കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പരസ്പരം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവം എത്രമാത്രം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ അനുവദിക്കുന്നു അത്രമാത്രം നമ്മൾ ഇന്ന് ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ പഠിക്കുന്നതായിരിക്കും. അതിങ്ങനെയാണ് പറയുന്നത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്നല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. റോമാലേഖനം പൗലോസ് 13 ലേഖനങ്ങൾ എഴുതിയതിൽ ഏറ്റവും നീളമുള്ള ലേഖനമാണ്. അതിനകത്ത് 16 അധ്യായമുണ്ട്, 433 വാക്യങ്ങളുണ്ട്, ഏകദേശം 7100 ചില്ലുവാനം വാക്കുകളുണ്ട്. ഇത് യഥാർത്ഥമായിട്ട് എഴുതിയത് ഈ സുവിശേഷം വിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതിയത്. അല്ലെങ്കിൽ ഈ സുവിശേഷം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ യവനനും, ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്നവനെ രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. അത് തന്നെയാണ് ഇപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ കേട്ടത്: വിശ്വാസത്താൽ ദൈവശക്തിയാൽ സൂക്ഷിക്കുന്ന. അപ്പോൾ സുവിശേഷം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ ദൈവത്തിൻ്റെ ശക്തിയാൽ എങ്ങനെ രക്ഷിക്കുന്നു എന്നാണ് റോമാലേഖനം പഠിപ്പിക്കുന്നത്. റോമാലേഖനത്തിൻ്റെ ഈ 16 അധ്യായം പഠിപ്പിക്കുന്നത് സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാൽ ഒരു വിശ്വാസിയെ എങ്ങനെ രക്ഷിക്കുന്നു. നമ്മൾ കേട്ടതെല്ലാം ഒരു ദിവസം ഒരു തീരുമാനമെടുത്താൽ അവൻ രക്ഷിക്കപ്പെട്ടു അല്ല. അങ്ങനല്ല റോമാലേഖനം പഠിപ്പിക്കുന്നത്. റോമാലേഖനം പഠിപ്പിക്കുന്നത് സുവിശേഷം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ദൈവശക്തിയാൽ അവനെ രക്ഷിക്കുന്നു എന്നാണ്. റോമാലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പൗലോസ് ഈ അപ്പോസ്തോലത്വം പ്രാപിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ തന്നെ 5-ാം വാക്യത്തിൽ, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ നിന്ന് ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചു. അപ്പോൾ കൃപയും അപ്പോസ്തോലത്വവും പൗലോസ് പ്രാപിച്ചത് സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണം. ബൈബിളിൽ വിശ്വാസത്തിൻ്റെ അനുസരണമല്ലാതെ ഒരനുസരണം ഇല്ല. വിശ്വസിച്ചല്ലാതെ ഒരനുസരണം നമ്മളെക്കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ അനുസരണം. അല്ലാത്ത അനുസരണമെല്ലാം മനുഷ്യൻ ചെയ്യുന്നതാണ്, അതിന് മനുഷ്യന് മഹത്വം ഉണ്ടാകുന്നതാണ്. പക്ഷെ ബൈബിളിൻ്റെ അകത്ത് മൊത്തം നോക്കി എബ്രായ ലേഖനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 11-ാം അധ്യായം വിശ്വാസത്താൽ. കാരണം അത് ദൈവശക്തിയല്ല, വിശ്വാസത്തിൻ്റെ അനുസരണം. ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്ത് ജീവിക്കണം, നിത്യതയിലെത്തണമെന്നാണ്. ശരിക്കും ബൈബിൾ ഞാൻ നോക്കിയപ്പോൾ എന്നെക്കൊണ്ട് അതിന് കഴിയുകയില്ല. എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന കുറേ കൽപ്പനകൾ അനുസരിക്കാമെന്നല്ലാതെ ദൈവം പറഞ്ഞിരിക്കുന്ന മുഴുവനും കൽപ്പനയും അനുസരിക്കുവാനുള്ള ശക്തി എനിക്കില്ല.
അഥവാ ഞാൻ അനുസരിച്ചാൽ പോലും അത് ദൈവസ്നേഹത്തിലല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം മനുഷ്യന് അപ്രാപ്യമായത്, എന്നെക്കൊണ്ട് കഴിയാത്തത്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി അത് മൂലമായിട്ട് ഫലമായിട്ട് വരുന്ന അനുസരണമാണ് ദൈവത്തിന് പ്രസാദമുള്ള അനുസരണം. കാരണം ഈ റോമാലേഖനത്തിൻ്റെ 16 അവസാനിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നതുണ്ടോ 6-ാം അധ്യായത്തിൽ, ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചിരിക്കുന്നു. കാരണം നമ്മളെക്കൊണ്ട് കഴിയാത്ത കാര്യം നമ്മൾ കർത്താവിൽ വിശ്വസിക്ക് അതുമൂലം ഉണ്ടാകുന്ന അനുസരണം, അതിൻ്റെ മഹത്വം കർത്താവിനാണ്. നമ്മളെക്കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. അതിൻ്റെ 16-ാം അധ്യായത്തിൽ ഇത് തന്നെ പറഞ്ഞാണ് പൗലോസ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. 16:24 പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെയും എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിന് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാട്ടെ. ആമേൻ. ഇതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. നമ്മളെ റോമാലേഖനം മനുഷ്യൻ്റെ തന്നെ 1-ാം വാക്യം തൊട്ട് നമ്മൾ നോക്കുക. കാരണം 1-ാം വാക്യം തൊട്ട് ഞാൻ നോക്കാൻ കാരണം ബുധനാഴ്ച ഞാൻ 1 തൊട്ട് 5 വരെ ഇവിടെ ശുശ്രൂഷിച്ചതാണ്. എങ്കിൽ തന്നെയും ഞാൻ ഇവിടുന്ന് ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ, കാരണം ഇത് ലെറ്ററാണ്, ഇടയ്ക്ക് വെച്ച് കയറി ശുശ്രൂഷിക്കാൻ പറ്റില്ല. കാരണം 1-ാം അധ്യായം തൊട്ട് 16-ാം അധ്യായം വരെ 7111 വാക്കുകളാണ്, 433 സെൻറ്റൻസ് അതിൻ്റെ അകത്തുള്ളത്. ഇതെല്ലാം കണക്റ്റഡാണ്. നോക്കിയേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ദെയർഫോർ എന്നുള്ളത് ഇംഗ്ലീഷിലേ ഉള്ളൂ, മലയാളത്തിലില്ല. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ റോമാലേഖനം 1 തൊട്ട് 4 വരെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്താണ് വിശ്വാസത്താലുള്ള നീതീകരണം മനസ്സിലാക്കിയുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സ്വയമായിട്ട് നമുക്കൊരു നീതീകരണം പ്രാപിച്ച് ദൈവത്തോട് സമാധാനത്തിലേക്ക് വരാൻ പറ്റില്ല. വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ കൂടെ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റൂ. ആ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയാൻ ദൈവം ദാനമായി തരുന്നതാണ്. അത് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് പകരമായി നമ്മളെക്കൊണ്ട് അനുസരിക്കാൻ പറ്റാത്ത കൽപ്പനകൾ ദൈവം ആഗ്രഹിച്ച, ദൈവം കൊടുത്ത എല്ലാ കൽപ്പനകളും പൂർണ്ണമായി അനുസരിച്ചു. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് അനുസരണം പഠിച്ചു തികഞ്ഞവനായ ക്രൂശിലെ മരണത്തോളം ദൈവത്തെ പ്രസാദിപ്പിച്ചു. അങ്ങനെ പാപമില്ലാതെ ദൈവം തന്നിരിക്കുന്ന എല്ലാ കൽപ്പനകളും അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു. 2, പാപമില്ലാത്തവനായി നമുക്ക് പകരമായി നമ്മുടെ പാപം ഏറ്റെടുത്ത് നമ്മുടെ ശിക്ഷ പൂർണ്ണമായി അവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ഇത് രണ്ടും നടന്നപ്പോഴാണ് നമുക്ക് ദൈവത്തോട് സമാധാനം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ വിശ്വസിക്കാത്ത എല്ലാവർക്കും ദൈവത്തിൻ്റെ ക്രോധം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ക്രോധമുണ്ട്. ഓക്കെ, 1-ന്റെ 18-ാമത്തെ വാക്യം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. സകല മനുഷ്യരും അനീതി ചെയ്യുകയാണ്, അഭക്തി ചെയ്യുകയാണ്, അവർക്കതേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ മനുഷ്യരുടെ മേലും ദൈവത്തിൻ്റെ ക്രോധമുണ്ട്. അതിൻ്റെ നടുവിൽ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു നീതി, അതായത് പിതാവിനെ പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്തുന്ന ഒരു നീതി, പിതാവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് യേശു പൂർത്തീകരിച്ചു. ആ പാപമില്ലാതെ അത് പൂർത്തീകരിക്കുകയും പാപമില്ലാതെ സിൻലെസ് സാക്രിഫൈസാണ്. നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് നമുക്ക് പകരമായി പാപമില്ലാതെ ഊനമില്ലാത്ത ഒരു യാഗം നമുക്ക് പകരമായി കഴിച്ചതുകൊണ്ട് നമ്മുടെ പണിഷ്മെൻറ്റ് അവൻ്റെ മേലായി, ആ പണിഷ്മെൻറ്റിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തതുകൊണ്ട് എനിക്കിനി പണിഷ്മെൻ്റ് ഇല്ല, എനിക്കിനി ശിക്ഷയില്ല. അവൻ അനുസരിച്ചത് കൊണ്ട് ആ നീതി, ഞാൻ അനുസരിക്കാത്ത നീതി യേശു അനുസരിച്ചത് കൊണ്ട് ആ നീതി എൻ്റെ മേൽ കണക്കിട്ടു. ഞാൻ ചെയ്ത പാപം യേശു ചെയ്യാതിരുന്നത്, ആ പാപം യേശുവിൻ്റെ മേൽ കണക്കിട്ടു. അങ്ങനെയാണ് വിശ്വാസത്താലുള്ള നീതീകരണം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ
അതുകൊണ്ടാണ് ഈ റോമാലേഖനം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ സുവിശേഷത്തിൽ നമ്മളെ എങ്ങനെയാണ് ദൈവം രക്ഷിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല. മനുഷ്യൻ്റെ അവസ്ഥ ഞാനതുകൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മറ്റേതിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനം 3:23 ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി. നമ്മുടെ അവസ്ഥയാണ്. 3:23 ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. 6:23 ഞാനിത് പെട്ടെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ കാൽവരി ക്രൂശിൽ പ്രദർശിപ്പിക്കുന്നത്. ഈ പ്രദർശിപ്പിക്കുന്ന ഈ സ്നേഹത്തിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും? റോമാലേഖനം 9:10 ജീസസ് 10:9 യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ ദൈവദേശം നഷ്ടപ്പെട്ട പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിൽക്കുന്ന വ്യക്തി യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ അവൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചത്, നമ്മൾ വിശ്വാസത്താൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം, കർത്താവിനെ എന്തിനു വേണ്ടിയാണ് വിശ്വസിച്ചത്? നോക്കി 10-ാം വാക്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. പക്ഷെ പലരും നീതിക്കായിട്ടല്ല വിശ്വസിച്ചേക്കുന്നത്. യേശു നമുക്ക് വേണ്ടി നേടിയെടുത്ത ആ നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നതും ചെയ്യുന്നവനെ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ യേശുവിൽ വിശ്വസിച്ചാൽ ഞാൻ നീതീകരിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ നീതീകരിക്കപ്പെട്ടിട്ടില്ല. ഹൃദയത്തിൽ ആ വിശ്വാസത്താലുള്ള നീതി എൻ്റെ മേൽ കണക്കിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ വിശ്വാസത്താലുള്ള നീതി എൻ്റെ മേൽ കണക്കിടുക മാത്രമല്ല, ഞാൻ ഇനി പൂർണ്ണമായി എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ഈ നീതിയിലേക്ക് എത്താൻ പറ്റില്ല, നീ തന്നെ എന്നെ ആ നീതിയിൽ ജീവിക്കുവാൻ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് രക്ഷ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെയാണ് ദൈവശക്തിയാൽ ഈ രക്ഷയുടെ പൂർത്തീകരണം സാധിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ അത്രയും തന്നില്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്താണെന്ന്, അതിൻ്റെ ഏറ്റവും വലിയ ഒരു വചനം 2 കൊരിന്ത്യർ 5:21 വാക്യം എല്ലാവർക്കും സുപരിചിതം. പാപമറിയാത്തവനെ, പാപമില്ലാത്തവൻ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടത്. അപ്പോൾ പാപമില്ലാത്തവന്, അവൻ ചെയ്യാത്ത പാപത്തിന് ഞാൻ ചെയ്ത പാപമെല്ലാം അവൻ്റെ മേലാക്കി നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. യേശു ചെയ്ത നീതി മൊത്തം ഞാൻ ചെയ്യാത്ത നീതിക്ക് അവൻ്റെ നീതി എൻ്റെ മേൽ കണക്കിട്ടു. യേശു ചെയ്യാത്ത പാപത്തിന് എൻ്റെ പാപം അവൻ്റെ മേൽ കണക്കിട്ടു. ഇങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നതും പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ സമാധാനമുണ്ട്. അല്ലാത്ത ഒരു വ്യക്തിക്കും സമാധാനമില്ല. ഇനി ഞാൻ എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും ദൈവസന്നിധിയിൽ സമാധാനത്തിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നീതി പാപമില്ലാത്ത അവസ്ഥയാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും പാപമില്ലാത്ത, ആദമിൽ നിന്ന് ജനിച്ച എല്ലാ വ്യക്തികളും പാപമില്ലാതെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ച ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, യേശു. ആ യേശുവിന് മാത്രമേ പിതാവിൻ്റെ സന്നിധിയിൽ പോയി നിൽക്കാൻ പറ്റൂ. എനിക്ക് പോയി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ യേശു നേടിയെടുത്ത, സിൻലെസ്സായിട്ട് നേടിയെടുത്ത ആ അനുസരണം എൻ്റെ മേൽ കണക്കിടണം. എൻ്റെ പാപമെല്ലാം യേശുവിൻ്റെ മേൽ കണക്കിട്ടിട്ട് എൻ്റെ ശിക്ഷ മുഴുവനായി യേശു ഏറ്റെടുത്തെങ്കിൽ മാത്രമേ എന്നെ കൊണ്ടുവന്ന് പിതാവിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവനായി നിർത്താൻ പറ്റൂ. അങ്ങനെയാണ് പിതാവുമായിട്ട് എനിക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ട് അത്രയും നീതി ഞാൻ കാണിക്കണം. പക്ഷെങ്കിൽ ഞാൻ പല പ്രാവശ്യമായിട്ട് ഇവിടെ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും
ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലായി കാണും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലമാണ് നമുക്ക് ദൈവത്തോട് സമാധാനം. നമുക്ക് സ്വയമായിട്ട് ഒരിക്കലും ദൈവത്തോട് സമാധാനമില്ല. യേശു നമുക്ക് വേണ്ടി ചെയ്ത ആ നീതിയുടെ വെളിച്ചത്തിലും യേശു എനിക്ക് പകരമായ ശിക്ഷ അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിലും ഞാൻ വിശ്വാസത്താൽ ആ നീതി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സ്വീകരിച്ചപ്പോഴാണ് എനിക്ക് ദൈവത്തോട് സമാധാനമായത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നോക്കി, അപ്പോൾ കൃപയിലേക്ക് ഞാൻ പ്രവേശിച്ചത് യേശുക്രിസ്തു മൂലം വിശ്വാസത്താലാണ്. അല്ലെങ്കിൽ എന്നെ നീതീകരിച്ചപ്പോൾ, ദൈവം നീതീകരിക്കപ്പോൾ എനിക്ക് തന്നൊരു വിശ്വാസമുണ്ട്. ഞാൻ അഭക്തനായിരുന്നു, പ്രവർത്തിക്കാത്തവനായിരുന്നു. അപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിച്ച്, യേശു ചെയ്തതിൽ ഞാൻ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം ദൈവം എനിക്ക് ദാനമായിട്ട് തന്നതാണ്. ആ ദാനമായിട്ട് തന്ന വിശ്വാസം മൂലമാണ് അത് നീതീകരിക്കപ്പെട്ടത്. ആ വിശ്വാസമാണ് എൻ്റെ കൃപയിലേക്ക് പ്രവേശിപ്പിച്ചത്. നോക്കിയേ, അത് ആ കൃപയിലേക്ക് പ്രവേശിച്ചത് മൂലം നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നോക്കിയേ, അപ്പോൾ ഞാനിതിലാണ് പ്രശംസിക്കുന്നത്. എനിക്ക് ആ ദൈവത്തിൻ്റെ തേജസ് എനിക്കും ലഭിക്കും എന്നുള്ള പ്രത്യാശയിൽ ഞാൻ പ്രശംസിക്കുന്നു. എപ്പോൾ ഈ കൃപയിലേക്ക് ഞാൻ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് അപ്രാപ്യമായ കാര്യം കൃപ എന്നെക്കൊണ്ട് സാധ്യമാക്കി തരുമെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയപ്പോൾ ഞാൻ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഒരിക്കലുമല്ലാതെ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ ദൈവത്തിൻ്റെ തേജസ് എനിക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയിൽ എനിക്ക് പ്രശംസിക്കാൻ പറ്റില്ല. ഈ കൃപ എന്നെ ഓരോ നിമിഷവും എനിക്ക് തന്നിരിക്കുന്ന ആ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിലേക്ക് എന്നെ നടത്തുക. എക്സാമ്പിൾ, 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ജീസസ്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്തെ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. അപ്പോൾ കൃപയിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? ഇനി പാപം നമ്മളിൽ കർത്തൃത്വം നടത്തത്തില്ല. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പാപത്തെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൽ വ്യാപരിച്ചിരിക്കുന്ന ആ ദൈവശക്തി എന്നെ ഓരോ നിമിഷവും ഈ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നാം പാപം ചെയ്യുന്നോ ദൈവത്തിന് യാതൊരു നോട്ടവും ഇല്ല, മരണമാണ്, ശിക്ഷയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പാപത്തിലേക്ക് വീഴാതെ വണ്ണം എനിക്ക് പകരമായി അവൻ്റെ രക്തം നമുക്ക് പകരമായി നിൽക്കുമ്പോൾ തന്നെ കൃപ എന്നെ ആ പാപത്തിലേക്ക് വീഴാതെ വണ്ണം എന്നെ രക്ഷിക്കുക. പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്താതെ വണ്ണം കൃപയ്ക്ക് എൻ്റെ മേൽ കർത്തൃത്വം. അതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യാത്ത വണ്ണം എന്നെ ഓരോ നിമിഷവും നടത്തുന്നത്, പാപത്തിൽ നിന്നെ രക്ഷിക്കുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് രക്ഷയില്ല, അത് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയിലേക്ക് എത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 5-ന്റെ 21-ാമത്തെ വാക്യം കൂടെ അറിയുമ്പോൾ, കാരണം ഞാൻ പെട്ടെന്ന് അതിലേക്ക് കയറി പോവാം. പാപം മരണത്താൽ വാണതുപോലെ, നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ മേൽ പാപം വാണിരുന്നു, മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന്. നോക്കിയേ, അപ്പോൾ കൃപയാണ് നമ്മളെ യേശുക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി നമ്മൾ വാഴുക. അപ്പോൾ കൃപ വാഴുന്നത് കൊണ്ടാണ് നമ്മൾ പാപം നമ്മുടെ മേൽ കർത്തൃത്വമില്ല. ഇപ്പോൾ നമ്മൾ കർത്തൃത്വം നടത്തുന്ന ആരാ? കൃപയാണ്. കൃപ എന്തിനു വേണ്ടിയിട്ടാണ്? യേശുവിൻ്റെ നീതിയാൽ നിത്യജീവന് വേണ്ടിയാണ് കർത്തൃത്വം നടത്തുന്നത്. നിത്യജീവനിൽ എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മേൽ ആ കൃപ ക്രിസ്തുവിൻ്റെ നീതിയാൽ വാഴുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ നിൽക്കുന്ന കൃപയിലേക്കാണ് നമ്മൾ പ്രവേശനം ലഭിച്ചത്. അതുകൊണ്ട് നമ്മൾ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇത്രയും ഭാഗം ക്ലിയറായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ റോമാലേഖനം എന്ന് പറയുന്നത്. ഞാൻ പഠിക്കും തോറും പിന്നെയും അങ്ങ് വെളിപ്പാടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പഠിച്ചാലും ഇതങ്ങ് ദൈവം ഇങ്ങനെ, ഇത് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി ആയുഷ്കാലം മൊത്തം ഇത് പഠിക്കും തോറും ഒന്നുകൂടെ വെളിപ്പാടായി അവനെ വിശദീകരിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, ഏത് കൃപയിലേക്കാണ്? യേശുക്രിസ്തു ചെയ്തെടുത്ത, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തെടുത്ത ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൃപയിൽ കയറിയവൻ്റെ ഒറ്റ പ്രത്യാശയേ ഉള്ളൂ, ദൈവതേജസ്സിൽ
ഞാൻ പ്രാപിക്കുമെന്നുള്ള ആ പ്രത്യാശയിലാണ് പ്രശംസ. ഈ ലോകത്തിലെ ഒന്നിലുമല്ല പ്രശംസ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയാണ്. ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞതാണ്. ഈ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ പാപി, അപ്പം ഞാൻ പാപിയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് എൻ്റെ അന്ധത മാറ്റണം. അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നീതിമാനാണ്, വലിയ കുഴപ്പമില്ല, മറ്റുള്ളവരെക്കാൾ എൻ്റെ സ്വയനീതി അനുസരിച്ച് ഞാൻ സ്വർഗ്ഗത്തിൽ പോകണമെന്നാണ്. അപ്പോഴാണ് ദൈവത്തിന് പെർഫെക്റ്റായിട്ടുള്ളൊരു നീതി വേണം എന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ എത്രമാത്രം ആ പെർഫെക്റ്റായ നീതി കാണിക്കുമ്പോൾ ഞാൻ എത്രമാത്രം പാപിയാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ബോധ്യപ്പെടുത്തുന്നത് എൻ്റെ ഹൃദയം തുറക്കുമ്പോഴാണ്. ദൈവം ഹൃദയം തുറന്നില്ലെങ്കിൽ ഞാൻ നീതിമാനെന്ന് ഞാൻ വിചാരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ദൈവതേജസ്സിൻ്റെ ആ പ്രത്യാശ ലഭിക്കാൻ യോഗ്യനല്ല എന്ന് എൻ്റെ ഹൃദയം തുറന്ന് കാണിച്ചപ്പോൾ, എനിക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് കാൽവറിയിലെ യേശുവിന് എനിക്ക് വേണ്ടി മരിച്ച ആ സ്നേഹവും എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി എന്നെ ആ തേജസ്സിൽ എത്തിക്കാൻ വേണ്ടുന്നതുള്ളതും എനിക്ക് സുവിശേഷം വഴിയായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തെ മാറ്റുന്നു. അത് സ്വീകരിക്കാൻ തക്കവണ്ണം എന്നിൽ വിശ്വാസം വരുന്നു. ആ വിശ്വാസം എന്നെ ക്രിസ്തുവുമായിട്ട് യുണൈറ്റഡ് ആക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമായി, ക്രിസ്തു നേടിയെടുത്ത നീതി എൻ്റെ നീതിയായി മാറി. കാരണം ഞാനിപ്പോൾ ആദമിലല്ല, ക്രിസ്തുവിലായി. അതുകൊണ്ടാണ് ഞാൻ ദൈവതേജസ്സിൽ പ്രത്യാശയിൽ പ്രശംസിക്കുന്നത്. ഞാൻ നേടിയെടുത്തതല്ല, ക്രിസ്തു നേടിയെടുത്തത് ഞാൻ ക്രിസ്തുവുമായി യുണൈറ്റഡ് ആയപ്പോൾ എൻ്റേതായി മാറി. ഇനിയാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് തന്നെയല്ല, അപ്പോൾ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ കൃപയാൽ പ്രവേശനം ലഭിച്ചപ്പോൾ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുക. പക്ഷെങ്കിൽ അതിനി വരാനിരിക്കുന്നതാണ്, അതിലാണ് നമ്മൾ പ്രശംസിക്കുന്നത്. പക്ഷേ ഈ ലോക ജീവിതത്തിൽ അന്നേരം തൊട്ട് അതും തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും. നോക്കി, അപ്പോൾ കഷ്ടത തുടങ്ങാൻ പോവുക. ഈ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്ന നമ്മളെ ഈ പ്രത്യാശയും ഈ വിശ്വാസത്തെയും ഉറപ്പിക്കാൻ വേണ്ടി കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നത്. കഷ്ടങ്ങളിൽ പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ടത എനിക്ക് സഹിഷ്ണുത ഉണ്ടാക്കുമെന്നും സഹിഷ്ണുത സിദ്ധത ഉണ്ടാക്കുമെന്നും സിദ്ധത പ്രത്യാശ ഉളവാക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരണം. അതാണ് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നത്. ഇതറിയാത്തവർക്ക് കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്ന എനിക്ക് ഈ ദൈവിക സത്യം വെളിപ്പെടുത്തി തരികയാണ്. അത് തന്നെയല്ല, നോക്കിയേ, അത് തന്നെയല്ല, ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുക തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, കഷ്ടതയിൽ കൂടി എന്നെ വിടുമ്പോൾ എന്നിൽ സഹിഷ്ണുത ഉണ്ടാകുമെന്നും ആ സഹിഷ്ണുത എന്നെ സിദ്ധതയിലേക്കും ആ സിദ്ധത മുഖാന്തരം ഈ പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ആ പ്രത്യാശ എന്താണെന്നും കഷ്ടത എന്താണെന്നും സഹിഷ്ണുത എന്താണെന്നും സിദ്ധത എന്താണെന്നും ഞാൻ തുറന്ന് പഠിപ്പിക്കാൻ പോവാം. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കും. അപ്പോൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കും എന്നുള്ള ദൈവിക സത്യം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ നാം ഈ കഷ്ടങ്ങളിലും പ്രശംസിക്കുകയുള്ളൂ. ഈ കഷ്ടങ്ങളപ്പോൾ എന്താണ്? കർത്താവിന് വേണ്ടി മാത്രം കഷ്ടം സഹിക്കുന്ന കഷ്ടതയാണ്. 2 കൊരിന്ത്യർ 12:9. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി. നോക്കിയേ, ഇപ്പോൾ കൃപയാണ് എന്നെ നിർത്തുന്നതല്ലേ, ഞാൻ ഈ കൃപയിലേക്കാണ് പ്രവേശിപ്പിച്ചത്. അപ്പോൾ കഷ്ടതയിൽ പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ കൃപയാണ് എന്നെ കഷ്ടതയിൽ പ്രശംസിപ്പാൻ ഒരുക്കുന്നത്. നോക്കിയേ, അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞ്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളും പ്രശംസിക്കുന്നു. നോക്കിയേ, പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുകയാണ്. ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിലും പ്രശംസിക്കുന്നു. ഇവിടെ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൻ്റെ കൃപയുടെ കൂടി ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മേൽ ആവസിപ്പിച്ചിട്ട് അതുകൊണ്ട് മാത്രമാണെങ്കിൽ അതിസന്തോഷത്തോടെ ഈ ബലഹീനതയിൽ പ്രശംസിക്കാൻ പറ്റുന്നത്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിയേ, അപ്പോൾ എന്തൊക്കെയാ കഷ്ടത? അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്. നോക്കിയേ, കഷ്ടങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം മൂലം ഉണ്ടാകുന്ന കഷ്ടങ്ങൾ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നോക്കിയേ, ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നെസസിറ്റീസാണ്, നമ്മുടെ ആവശ്യങ്ങൾ, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. നോക്കി, ഇഷ്ടപ്പെടുന്നു. എങ്ങനെ ഇഷ്ടപ്പെടുന്നു? കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്. ആ കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്. ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കൃപ എന്നെ ശക്തീകരിക്കുക. അതുകൊണ്ടാണ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണെന്ന് പറയാൻ കാരണം, എൻ്റെ ബലഹീനതയിലും എൻ്റെ കയ്യേറ്റത്തിലും ബുദ്ധിമുട്ടിലും ഉപദ്രവത്തിലും ഞെരുക്കത്തിലും അവ എന്നെ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അപ്പോൾ എൻ്റെ ഇഷ്ടത്തെ മാറ്റി കൃപ. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അപ്പോൾ ഈ ബലഹീനത നിൽക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. എക്സാമ്പിൾ, ഇത് കഷ്ടം, ഏത് കഷ്ടവും ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയാൻ പോയി അവിടുന്ന് പീഡനം ഉണ്ടായി. ആ കഷ്ടം മാത്രമല്ല, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ. അതുകൊണ്ടാണ് ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നെസസിറ്റീസാണ്, നമ്മുടെ ആവശ്യങ്ങൾ, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് കൃപ നമ്മൾ ചെയ്യുന്നത്. കാരണം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്ന എന്നിൽ ഞാൻ ആ കൃപയിൽ നിൽക്കുമ്പോൾ ഈ കൃപ തന്നെ കഷ്ടതയിൽ കൂടുന്ന മാത്രമേ, ഈ കഷ്ടതയിൽ കൂടെ മാത്രമേ എനിക്ക് സഹിഷ്ണുത വരൂ, സഹിഷ്ണുതയിൽ കൂടെ മാത്രമേ സിദ്ധത വരൂ, സിദ്ധതയിൽ കൂടി മാത്രമേ എനിക്ക് ഈ പ്രത്യാശയിൽ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ പ്രത്യാശ ഫേക്കായി പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം കഷ്ടമാണ്. ഞാനതിപ്പോൾ ശരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നോക്കി. ഞങ്ങൾ സകലവിധം കഷ്ടവും സഹിക്കുന്നവർ. ചില പർട്ടിക്കുലർ കഷ്ടമല്ല. മുമ്പേ പറഞ്ഞതുപോലെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിക്ക് ദൈവം കഷ്ടം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ നേരത്തെയുള്ള പ്ലാനിനനുസരിച്ചാണ്. ഏതുവിധം കഷ്ടമായാലും കഷ്ടം സഹിക്കുന്നവർ. നോക്കിയേ, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിരാശപ്പെടുന്നില്ല. നോക്കിയേ, ഉപദ്രവം അനുഭവിക്കുന്നു, ഉപേക്ഷിക്കപ്പെടുന്നത്, വീണ് കിടക്കുന്നു, നശിച്ചു പോകുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജീസസ്. അപ്പോൾ ഈ കഷ്ടങ്ങൾ, ഈ ബലഹീനതകൾ, നെസസിറ്റി, അതെന്തുവാകാം? എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അത് കഷ്ടമാണ്. കുടുംബത്തിൽ, റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ കഷ്ടമാണ്. എനിക്കെതിരായിട്ട് കയ്യേറ്റമല്ലേ ഉണ്ടായാൽ അതും കഷ്ടമാണ്. എൻ്റെ സാമ്പത്തിക വിഷയം കഷ്ടമാണ്. കുഞ്ഞുങ്ങളുടെ വിഷയം കഷ്ടമാണ്. കരണ്ടില്ല, കഷ്ടമാണ്. വെള്ളമില്ല, പ്ലംബർ വന്നില്ല, കഷ്ടമാണ്. അതിന് നടുവ് സന്തോഷിക്കാൻ പറ്റുമെന്നെങ്കിൽ ദൈവകൃപ വേണമെന്നാണ് പറഞ്ഞത്. നോക്കി, നമ്മുടെ വിശദീകരണം അത്. നമുക്കെതിരെ വരുന്ന എന്തും നമ്മളെ അസഹ്യപ്പെടുത്തുന്നത്, അതിൻ്റെ നടുവിലും നമുക്കെന്തിൽ പ്രശംസിക്കണം? കഷ്ടതയിൽ പ്രശംസിക്കാൻ പറ്റണം. എങ്ങനെ? ദൈവകൃപയിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യവും അത് സുവിശേഷം നിമിത്തം, ക്രിസ്തു നിമിത്തമുള്ള പീഡനം മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും അതിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? കൃപയാലാണ് നമ്മൾ ദൈവതേജസ്സിൻ്റെ ആ പ്രത്യാശയിൽ പ്രശംസിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ അകത്തൂടെ കയറ്റി വിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹോപ്പ്, നമ്മുടെ പ്രത്യാശയുടെ ജെനുവിനിറ്റി മനസ്സിലാക്കൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏത് ജീവിതത്തിൽ വരുന്ന ഏത് സമയം, അല്ലേ, സമയം ലേറ്റായി പോയി, വണ്ടിക്ക് പ്രശ്നം, വണ്ടി എടുക്കുന്നുണ്ട്, വണ്ടിക്ക് പെട്രോളില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിക്കോട്ടെ, വീട്ടിൽ മറ്റുള്ളവർ എന്നെ എതിർക്കുന്നു, അതിൻ്റെ നടുവ് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ കൃപ. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ നമ്മളെ ഒരാൾ കളിപ്പിച്ചുകൊണ്ട് പോയി, സന്തോഷിക്കണം. ഇതാണ് യഥാർത്ഥ വിശദീകരണം. ക്രിസ്തു അങ്ങനെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ജീസസ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തട്ടെ. നോക്കിയേ, 2 കൊരിന്ത്യർ 8-1 വാക്യം നോക്കിയേ. സഹോദരന്മാരെ, മക്കദോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്താണ് ദൈവകൃപ? ഈ ദൈവകൃപയിലല്ലേ നമ്മൾ നിൽക്കുന്നത്? ആ ദൈവകൃപയെന്ന് പറഞ്ഞാൽ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. എൻ്റെ ഹെൽത്ത് തീരെ മോശമായിരിക്കുമ്പോഴും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഓരോരുത്തരും അടിക്കാൻ വരുമ്പോഴും മറ്റുള്ളവരുടെ സ്നേഹം കാണിക്കാൻ പറ്റുന്നുണ്ടോ?
എന്നെ ദുഷ്ടൻ എനിക്കെതിരെ നിൽക്കുന്ന ആ ദുഷ്ടനോട് എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ദൈവകൃപ. എനിക്ക് ദുഷ്ടനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ദുഷ്ടനെ കരുതാൻ പറ്റുന്നുണ്ടോ? ദുഷ്ടനെ കൊടുക്കാൻ പറ്റുന്നു? ഇതാ ഇവിടെ പറഞ്ഞിരിക്കുക ദൈവകൃപ. നോക്കിയ സഹോദരന്മാരെ, മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നോക്കി, എന്താണ് ദൈവകൃപ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി, മഹാദാരിദ്ര്യം. നോക്കി, കഠിന ശോധനയിൽ മഹാദാരിദ്ര്യത്തിലാണ് ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു ദൈവകൃപ. ഈ കൃപയിലേക്കാണ് നമ്മൾ വിശ്വാസം മൂലം പ്രവേശിച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രോസ്പെരിറ്റിക്കാർ പറയുന്ന ദൈവകൃപ ബൈബിളിലെ ദൈവകൃപയല്ല. നിങ്ങളെ അതാക്കിക്കളയും ഇതാക്കിക്കളയും ഈ ലോകത്തിലെ തരുമെന്ന് പറഞ്ഞ ദൈവകൃപ, ഈ കൃപയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കഷ്ടതയുടെ കാരണം എന്താ? അവർ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിലാണ് പ്രശംസിക്കുന്നത്, കഷ്ടതയിലാണ് പ്രശംസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്നെ പൗലോസ് പറയുക, കൊരിന്ത്യ സഭയോട് പറയുക, സഹോദരന്മാരെ, മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾക്കറിയാവോ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും, ദാരിദ്ര്യമാണ്, ഒന്നുമില്ല കയ്യിൽ, ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു ദൈവകൃപ. കൃപയെന്ന് പറയുന്നത് എല്ലാം സമൃദ്ധിയായി തരുന്നതല്ല. കഷ്ടതയുടെ നടുവിൽ, ഒന്നുമില്ലായ്മയുടെ നടുവിൽ, അതിൻ്റെ നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ ഇടപെടാനും സ്നേഹിപ്പാനും അതേ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത് ആ ദൈവകൃപ. ഞാനിത് ശരിക്കും പഠിച്ചപ്പോഴാണ്, കർത്താവേ, ഈ റോമാലേഖനം മനസ്സിലാകാത്ത എത്രയോ പേരുണ്ട്. രക്ഷിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് യവനനോ യഹൂദനോ വ്യത്യാസമില്ല, രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. രക്ഷയെന്ന് പറയുന്ന ഒരു നിമിഷത്തെ കൈപൊക്കി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന അനേകർ നിൽക്കുമ്പോൾ, റോമാലേഖനം മുഴുവൻ പറയുന്നത് ഒരു വിശ്വാസിയെ എങ്ങനെയാണ് ദൈവം രക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാൽ, ആ സുവിശേഷത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്ന ആ ദൈവശക്തിയാൽ ഒരു വിശ്വാസിയെ എങ്ങനെ ദൈവം രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ റോമാലേഖനം പഠിച്ചില്ലെങ്കിൽ, നിങ്ങൾക്കിത് വെളിപ്പെട്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് മടങ്ങി വരാം. റോമർ 5:2, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, ഏതാ കൃപയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് കഷ്ടതയുടെയും ഏത് പ്രശ്നത്തിൻ്റെയും നടുവിൽ സന്തോഷിക്കാൻ, സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിപ്പാൻ പറ്റുന്ന ആ ദൈവകൃപയിൽ അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല സഹിഷ്ണുത. എന്താണ് ഈ സഹിഷ്ണുത? കഷ്ടതയിൽ പ്രശംസിക്കുന്നു. സഹിഷ്ണുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഷ്ടതയുടെ നടുവിലാണ് നമ്മുടെ ടെസ്റ്റ്. എന്തിൻ്റെ ടെസ്റ്റാണെന്നറിയോ? വിശ്വാസത്തിൻ്റെ ടെസ്റ്റ്. നമ്മൾ ഈ മെറ്റലൊക്കെ ഉണ്ടല്ലോ, ലോഹങ്ങൾ ടെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് കടത്തിവിടും. ഈ കഷ്ടതയുടെ നടുവിലാണ് നമ്മുടെ വിശ്വാസത്തെ ബ്രേക്ക് ചെയ്യാത്തവണ്ണം ഒരു വിശ്വാസമാക്കി മാറ്റുന്നത്. വിശ്വാസത്തെ ബലപ്പെടുത്തുക, സ്ട്രോങ് ആക്കുന്നത് ഈ കഷ്ടതയുടെ നടുവിലാണ്. നോക്കിയേ, അവർ മഹാദാരിദ്ര്യത്തിൻ്റെ നടുവിലും ആദ്യ സന്തോഷത്തോടെ ഔദാര്യം കാണിപ്പാൻ ഇടവരുത്തക്കവണ്ണം ദൈവകൃപ അവരുടെ വിശ്വാസത്തെ, അവരെ ബോൾഡാക്കി, അല്ലേ? അതെങ്കിൽ ടെമ്പറാക്കി അവരുടെ വിശ്വാസത്തെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ കഷ്ടതയുടെ നടുവിൽ കൂടെ മാത്രമേ സഹിഷ്ണുത വെളിപ്പെടൂ, അല്ലാതെ വെളിപ്പെടത്തില്ല. എങ്ങനെ ഈ വിശ്വാസത്തിൻ്റെ ടെസ്റ്റ് നടക്കും? വിശ്വാസത്തിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം എൻ്റെ ഒറിജിനലാണോ, ഈ വിശ്വാസം ഒറിജിനലാണോ എന്ന് അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ പുറമേ യേശുവിൻ്റെ അടുത്ത് വരും, ചർച്ചിൽ വരും, എല്ലാ കാര്യങ്ങളും ചെയ്യും. യഥാർത്ഥ ഒറിജിനൽ വിശ്വാസമാണോ എന്ന് തെളിയിക്കുന്നത് കഷ്ടതയുടെ നടുവിലാണ്. അതിൻ്റെ അകത്തൂടെ കയറ്റി വിടുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകത്തക്കവണ്ണം ഒരു വചനം കാണിക്കുക. 1 പത്രോസ് 1-ാം അധ്യായം. ജീസസ്,
അതിൻ്റെ 6. അതിൽ നിങ്ങളിപ്പോൾ, രാവിലെ അത് മെൻഷൻ ചെയ്ത അവസാനം, നിങ്ങളിപ്പോൾ അല്പനേരക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. എനിക്ക് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്നറിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് കഷ്ടതയിൽ കൂടി കയറ്റിവിടും. എൻ്റെ വിശ്വാസം ജെനുവിനാണോ? അതിനെ അൺബ്രേക്കബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടതയുടെ, അങ്ങനെയാണ് ആ സഹിഷ്ണുത നമ്മളിലുണ്ടാകുന്നത്. ഈ കഷ്ടത നമ്മളിൽ കൂടെ വരുമ്പോൾ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ടെസ്റ്റ് നടക്കുമ്പോൾ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. അപ്പോൾ ഈ നോക്കണം, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷ അവസാനമല്ലേ. അന്ത്യകാലത്ത് എന്ത് പറ്റും? അനേകരുടെ സ്നേഹം തണുത്തു പോകും. അവസാനത്തോളം സഹിച്ച് നിൽക്കുവാൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ടതയ്ക്കകത്തൂടെ കയറി നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. അന്നേരം കഷ്ടത വരുമ്പോൾ നമ്മൾ പിറുപിറുക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ കുറ്റം പറയുന്നുണ്ടോ? നമ്മൾ പിറുപിറുക്കുന്നുണ്ടോ? ഇതാണ് കാരണം. ദൈവകൃപയെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് പിറുപിറുക്കാൻ പറ്റില്ല. ജീസസ് ഹല്ലേലൂയ. നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ ടെസ്റ്റ് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഷ്ടത നമുക്ക് എന്തോ ഉണ്ടാക്കി തരും? സഹിഷ്ണുത ഉണ്ടാക്കുക. അതല്ലേ പെർസ്യൂറൻസ് എന്നാണ് പറയുന്നത്, അല്ലെ എൻഡ്യൂറൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സഹിഷ്ണുത. അല്ലാതെ സഹിഷ്ണുത ഉണ്ടാകത്തില്ല. ഈ കഷ്ടതയിൽ കൂടി അല്ലാതെ കഷ്ടതയിൽ സന്തോഷിപ്പാൻ പാട്ടൊക്കെ പാടുമല്ലേ, കഷ്ടതയിലും പാടുവാൻ. ഇതൊക്കെ യഥാർത്ഥമായിട്ട് അനുഭവിച്ച വ്യക്തികൾ പാടിയതാ. അപ്പോൾ ഈ കഷ്ടതയിൽ കൂടി ദൈവം കടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ തന്നെ അല്ല, ദൈവകൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വ്യക്തികൾക്ക് മാത്രമേ പറ്റൂ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ പറ്റൂ. ആ കഷ്ടതയിൽ, അതായത് വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ആ ദൈവകൃപയിൽ നിൽക്കുന്നവർ, ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്ന വ്യക്തികൾക്ക് അവർ കഷ്ടതയിലും പ്രശംസിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരിൽ കൂടെ ഈ കഷ്ടതയിൽ കൂടി അല്ലാതെ ഈ സഹിഷ്ണുത ഉളവാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 4-ാം അധ്യായം. ജീസസ് വരുന്നില്ല. ജീസസ് ഹല്ലേലൂയ. 4:12. ഓക്കെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും സന്തോഷിക്കുകയും അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷം ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. അപ്പോൾ കഷ്ടങ്ങളുടെ നടുവിൽ ഉല്ലസിച്ചാനന്ദിക്കാൻ, അതുകൊണ്ടാണ് ബലഹീനതയിലും പ്രശംസിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത്. അത് ഏതുവിധ കഷ്ടങ്ങളായാലും നമ്മളെ ആ സഹിഷ്ണുതയിലേക്ക് കൊണ്ടുപോവുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ ആ എന്താ പറയുന്ന ടെമ്പർ ചെയ്യുക, അല്ലേ, നമ്മുടെ ഒരു അഗ്നിശോധനയ്ക്കകത്തൂടെ കയറ്റിവിടുക. നമ്മുടെ ആ കഷ്ടങ്ങൾക്കകത്തൂടാണ് അഗ്നിശോധന. അന്നേരവും നമ്മൾ ആനന്ദിച്ച് സന്തോഷിക്കും, അല്ലേ. എന്നിട്ട് നമുക്ക് മടങ്ങി വരാം. അടുത്തതിലേക്ക് നമുക്ക് പോകാം. റോമാലേഖനം 5 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 4 നോക്കിയേ. സഹിഷ്ണുത, സിദ്ധതയെന്ന് പറഞ്ഞാൽ പ്രൂവൻ ക്യാരക്ടർ എന്നാണ്. നമ്മുടെ സ്വഭാവത്തെ അത് തെളിയിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ അഗ്നിശോധനയിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ഇതൊരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് അവസാനം അവിടെ വരും. അന്നേരമാണ് ഇത് ഒറിജിനൽ. ഈ വിശ്വാസം ജെനുവിനാണ്. കഷ്ടതയുടെ നടുവിൽ നമ്മൾ കഷ്ടതയിൽ സന്തോഷിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടത നമുക്ക് സഹിഷ്ണുത ഉളവാക്കും. സഹിഷ്ണുതയെ കൂടെ നമ്മൾ എൻ്റെ വിശ്വാസത്തെ ഒരിക്കലും തകർക്കപ്പെടാത്തൊരു വിശ്വാസമാണെന്ന് പ്രൂവ് ചെയ്ത് അത് പുറത്തു വന്നത് എന്തുമായി? പ്രൂവൻ ക്യാരക്ടർ. നമ്മുടെ ആ സ്വഭാവത്തെ, ആ വിശ്വാസം ജെനുവിനാണെന്ന് വെളിപ്പെട്ടു വന്നു. ആ വെളിപ്പെട്ടു വന്ന ജെനുവിനായിട്ട്, അതാണ് സിദ്ധത എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, സിദ്ധത എന്ന് പറഞ്ഞാൽ അപ്രൂവ്ഡ് ക്യാരക്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്രൂവ്ഡ് ക്യാരക്ടർ. അപ്രൂവ് ക്യാരക്ടറിൽ കൂടി കിട്ടുന്ന ഹോപ്പ്, അത് ഉളവാക്കിയെടുക്കുന്ന ഹോപ്പ്, അത് ഭയങ്കരമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഹോപ്പ്, അതിൽ കൂടി എനിക്ക് പ്രത്യാശ ഉളവാക്കുന്നു അറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ ഈ കഷ്ടതയിൽ കൂടി പോകുമ്പോൾ നമ്മുടെ ആ തേജസ്സിൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുമെന്നും അതിൻ്റെ ജെനുവിൻനെസ്, അത് റിയൽ പ്രത്യാശയാണോ എന്ന് അത് പ്രൂവ് ചെയ്യുന്നത് എപ്പോഴാണ്? അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രത്യാശയിൽ നമ്മൾ ആ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനത്തിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ്, പ്രത്യാശയ്ക്കോ
ഭംഗം വരുന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഫെയ്ത്തിൽ ജെനുവിനാണെന്ന്, വിശ്വാസം നമ്മുടെ ജെനുവിനാണെന്ന് പ്രൂവ് ചെയ്തു. പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ട് നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്നുവല്ലോ. വിശ്വാസം ജെനുവിനാണെന്ന് പ്രൂവ് ചെയ്തപ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ് എനിക്ക് കിട്ടണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പകർന്നു തരണം. അനേകർക്ക് ഈ ദൈവസ്നേഹത്തെപ്പറ്റി ബുദ്ധി കൊണ്ട് അറിവുണ്ട്, അതല്ലിത്. തൻ്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ബുദ്ധി കൊണ്ട് അറിവുണ്ട്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. അങ്ങനെ യേശു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുത്തല്ലോ എന്ന് എൻ്റെ ബുദ്ധി കൊണ്ട് അറിവുണ്ട്. എനിക്ക് വേണ്ടിയും കർത്താവ് മരിച്ചല്ലോ എന്ന് എൻ്റെ ബുദ്ധി കൊണ്ട് അറിവുണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ട് എൻ്റെ ഹൃദയം തുറന്നിട്ട് കാൽവറിയിലെ മരണം വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നടന്ന ആ യാഗം, യേശു എന്തിനു വേണ്ടി എത്രമാത്രം എന്നെ സ്നേഹിച്ചു മരിച്ചു എന്നുള്ള ആ യാഗം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന് എൻ്റെ ഹൃദയം തുറന്നിട്ട് ആ സ്നേഹം എൻ്റെ അകത്തേക്ക് പകർന്നെങ്കിൽ മാത്രമേ എൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ജെനുവിനാണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടുള്ളൂ. അങ്ങനെ വന്നാൽ എന്തോ ഇല്ല, എൻ്റെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരറിവല്ല, ഒരു എക്സ്പീരിയൻസാണ്, അനുഭവമാണ്. ഈ എക്സ്പീരിയൻസിൽ നിന്ന് വേണം നമ്മൾ ഈ കർത്തൃമേശ അനുഭവിക്കാൻ. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയം തുറന്ന് കാൽവറി യാഗത്തിൽ എനിക്ക് വേണ്ടി യേശു മരിച്ചപ്പോൾ എന്തെല്ലാം ചെയ്തു, ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എൻ്റെ ഹൃദയം തുറന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ്, ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, അത് ദൈവത്തിൻ്റെ ആത്മാവ് സൂപ്പർ നാച്ചുറലായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പറഞ്ഞു തരണം. അവിടെ എൻ്റെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുന്നില്ല. എൻ്റെ വിശ്വാസം ജെനുവിനാണെന്ന് എൻ്റെ കഷ്ടതയിൽ കൂടി സഹിഷ്ണുതയിൽ കൂടി സിദ്ധതയിൽ കൂടി എൻ്റെ പ്രത്യാശ നന്നോടുകൂടി ഞാൻ ഉറപ്പിച്ചതുപോലെ തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ പാറമേൽ ഇട്ട വിശ്വാസമായി പോവും, സ്നേഹമായി പോവും. ഞാൻ ഒരു നാളും അറിയുന്നില്ല യഥാർത്ഥമായിട്ട് എൻ്റെ ബുദ്ധിമണ്ഡലത്തിലാണോ ഈ സ്നേഹം, അതോ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നപ്പെട്ടിട്ടുണ്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഈ പകരപ്പെടുന്ന ഈ സ്നേഹത്തിന് അളവില്ല. അതൊരു ചെറിയ മെഷറിലെങ്കിലും വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അകത്ത് അവൻ അനുഭവിച്ചിരിക്കും. കാരണം കർത്താവിൻ്റെ ജഡിക മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. നിങ്ങളോ ജഡീകരല്ല, ആത്മീയരത്രേ. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നെങ്കിൽ ഒരു ചെറിയ മെഷറിലെങ്കിലും ആ വ്യക്തികൾക്ക് ഈ ദൈവസ്നേഹം രക്ഷിക്കപ്പെട്ട സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നിറവ് നമ്മൾ എത്രമാത്രം അതിനുവേണ്ടി പ്രയത്നിക്കുന്നതനുസരിച്ചാണ് ആ നിറവ് നമ്മുടെ അകത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പൗലോസൊക്കെ പ്രാർത്ഥിക്കുന്നതല്ലേ, സ്നേഹത്തിൻ്റെ ആഴം വീണം ഉയരം. പ്രൈസ് ദി ലോർഡ്. അത് കൂടുതലായി അറിയുവാൻ തക്കതിന് വണ്ണം, ഹല്ലേലൂയ, അതിൻ്റെ ഫുൾനെസ്സിലേക്ക്, ആ ദൈവസ്നേഹത്തിൻ്റെ ഫുൾനെസ്സിലേക്ക് എത്തപ്പെടുവാൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഓരോ നിമിഷവും അതിനുവേണ്ടി കൊതിയോടെ, ഹല്ലേലൂയ, വിശ്വാസത്താൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവദേശത്തിൻ്റെ പ്രത്യാശ, അതിനുവേണ്ടി ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കാം. 2 തെസ്സലോനിക്കർ ജീസസ്, ഹല്ലേലൂയ, 3:5. നോക്കിയേ, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്ക് തിരിക്കുമാറാക്കട്ടെ. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു കവിയണം. കർത്താവ് താൻ, നമ്മളല്ല, കർത്താവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.
ഈ സ്നേഹത്തിൻ്റെ നിറവ്. അപ്പോൾ ഒരിക്കലും നമുക്ക് പ്രത്യാശയിൽ ഭംഗം വരുമോ? ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുന്നു. കൃപയിൽ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. നമ്മൾ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നല്ല, കഷ്ടങ്ങളിൽ നമ്മൾ പ്രശംസിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ പ്രത്യാശയുടെ ഉറപ്പ്, എൻ്റെ വിശ്വാസത്തിൻ്റെ ജെനുവിൻനെസ് എന്തെന്ന് അറിയാൻ തക്കതിനും വണ്ണം പരിശുദ്ധാത്മാവ് ആ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഈ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നത്. കാരണം കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതുമാത്രമല്ല, അല്ലേ, ക്രിസ്തു ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വിശ്വാസം ജെനുവിനാണെന്ന് എൻ്റെ ഈ കഷ്ടതയിൽ സഹിഷ്ണുതയിൽ ഉളവാക്കി അതിൽ കൂടി സിദ്ധത ഉളവാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ പ്രത്യാശ ജെനുവിനാണെന്ന്, ഞാനൊരു ഹിപ്പോക്രാറ്റല്ല, ഞാനൊരു കപടഭക്തനല്ല, എൻ്റെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെന്നും എൻ്റെ ഈ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ നിന്ന് ഒരിക്കലും എന്നെ മാറ്റാത്തത് വണ്ണമുള്ള ജെനുവിൻ ഫെയ്ത്ത് ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം ഈ ദൈവസ്നേഹം യഥാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്നുണ്ടോ ഈ സ്നേഹം എന്നനുഭവിക്കുക തക്കവണ്ണം സൂപ്പർ നാച്ചുറലായിട്ട് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ്? ഈ സ്നേഹം ഒരളവ് വരെ വീണ്ടും ജനിച്ച എല്ലാവർക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടാകും. അല്ല, ഇനിയും അതിൻ്റെ ഫുൾനെസ്സിലേക്ക് എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും അതിൽ കൂടി ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും ദൈവത്തിൻ്റെ സ്നേഹത്താലും നമ്മുടെ ഹൃദയം നിറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്തിലും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുത എന്താണ്? അപ്പോൾ നമ്മൾ ഏത് കഷ്ടം വന്നാലും ഏത് പ്രതികൂലം വന്നാലും ക്രിസ്തു എങ്ങനെയാണ് സഹിച്ചതുപോലുള്ള ആ സഹിഷ്ണുതയുടെ ടെസ്റ്റാണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ ടെസ്റ്റാണ്. അതോരോ നിമിഷവും നമ്മളിൽ നടന്നുകൊണ്ടേയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവതേജസ്സിൽ പ്രത്യാശിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഒന്നുകൂടെ ആ ടെസ്റ്റ് വചനം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. റോമാലേഖനം 5 ഞാൻ എടുത്ത വചനം, അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ പ്രവേശനം ലഭിച്ച നമ്മൾ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുമാത്രമല്ല, ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുക മാത്രമല്ല, അത് നമുക്ക് വരാനിരിക്കുന്ന ദൈവതേജസ്സിനെ പറ്റി ഇപ്പോഴേ നമ്മൾ ആ പ്രത്യാശയിൽ പ്രശംസിക്കുമ്പോൾ തന്നെ നമ്മളെ ദൈവം കടത്തിവിടുന്ന അത് തന്നെയല്ല, സഹിഷ്ണുതയും കഷ്ടതയിൽ കൂടി നമ്മുടെ ഈ വിശ്വാസത്തെ ശോധന കഴിക്കുക. അഗ്നിയുടെ പരിശോധനയിൽ ശോധന കഴിച്ച് നമ്മൾ പൊന്നുപോലെ പുറത്ത് വരും, അല്ലേ? അതാണ് ഈ സിദ്ധത. പൊന്നുപോലെ പുറത്ത് വരുന്ന സിദ്ധത, എൻ്റെ വിശ്വാസം ജെനുവിനാണെന്നുള്ള ആ സിദ്ധത വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രത്യാശ, അതിൽ കൂടി നമുക്ക് പ്രത്യാശ ഉളവാകുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ വിശ്വാസത്തിന് നമുക്ക് കൃപയിലേക്ക് കയറിയപ്പോൾ, നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ദൈവതേജസ്സിൻ്റെ ആ പ്രത്യാശയെ നമ്മളെ ഉറപ്പിക്കുക. കഷ്ടതയെ കൂടി സഹിഷ്ണുതയെ കൂടി സിദ്ധതയെ കൂടി പ്രത്യാശ ഉളവാക്കൂ എന്നറിഞ്ഞ് നമ്മൾ കഷ്ടങ്ങളിലും ഈ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ ജെനുവിനിറ്റി അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. അത് തന്നല്ല, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയം തുറന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി ചെയ്ത ആ സ്നേഹം ഇന്ന് 2000 വർഷം മുമ്പ് യേശുവിൽ കാണിച്ച ആ സ്നേഹം ഒരു ചരിത്രമാണെങ്കിൽ, ഇന്ന് ഞാൻ ആ സ്നേഹം എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് പ്രത്യാശയിൽ എനിക്ക് ഭംഗം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങൾ കൂടുതലായി റോമാലേഖനം വായിച്ചു പഠിക്കുക. ഇനിയും തുടർന്നും താഴോട്ട് പോകണമെന്നുണ്ട്, സമയം തീർന്നതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. 8 വചനങ്ങളാണ് വായിച്ചത്. അവിടെ നിന്നെങ്കിൽ മാത്രമേ ഒന്നുകൂടെ അതിൻ്റെ വ്യക്തതയിലേക്ക് പഠിപ്പിക്കാൻ പറ്റൂ. എന്നാൽ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.